ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹിക്കപ്പെട്ട ദിനമായി തീരട്ടെ എന്ന് നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് 2025 ഏപ്രിൽ മാസം 26-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടും സന്തോഷത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: അവരോ ഞങ്ങളോട് കൂടെ പാർക്കാം, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ദിനമായ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ഞായറാഴ്ച വൈകുന്നേരം നടന്ന ഒരു സംഭവമാണ് വൈദ്യനായ ലൂക്കോസ് 24-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരുശലേമിലെ സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ബോഡി പോലും കാണുവാനില്ല. ഇനിയും എന്ത് പ്രതീക്ഷിച്ചാണ് യെരുശലേമിൽ നിൽക്കുക? ആശയെല്ലാം പോയി. അതുകൊണ്ട് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുവാൻ ശിഷ്യന്മാരിൽ 2 പേർ തീരുമാനിച്ച് യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മുവസ് എന്ന തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടക്കി യാത്രയിലാണ്. അവർ പോകുമ്പോൾ അന്യോന്യം തർക്കിച്ചും വാദിച്ചും പോകുന്നു. യേശു അവരോട് കൂടെ ചേർന്ന് നടന്നു. എന്നാൽ യേശുവിനെ കാണാതെ വണ്ണം, തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. യേശു അവരോട് ചോദിക്കുന്നു. യേശുവിനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് അവർ പറയുകയാണ്, ഈ യെരുശലേമിൽ നടന്ന സംഭവ വികാസങ്ങൾ പരദേശിയായ നീ മാത്രം അറിഞ്ഞിട്ടില്ല. എന്താണത്? വിവരങ്ങൾ വ്യക്തമാക്കുന്നു. അതിന് മറുപടിയായി യേശു പറയുന്നുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവനും എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ. കാരണം അവർ കരുതിയത് ദൈവത്തെയും മനുഷ്യനെയും ഒക്കെ നന്നായിട്ട് പ്രസാദിപ്പിക്കുന്ന ശക്തനായ ഒരു പ്രവാചകനായിരുന്നു നസറേനായ യേശു. ഇസ്രായേലിന്റെ രക്ഷകനാകും എന്ന് ധരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അവർ കൊല്ലുക മാത്രമല്ല, ഡെഡ് ബോഡി പോലും കാണാനില്ല. എന്നാൽ യേശു അവരോട് കൂടെ നടന്ന് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിയുമ്പോൾ, യേശു മുൻപോട്ട് നടക്കുവാൻ ഭാവിച്ചപ്പോൾ അവർ ചെയ്തതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 29-ാം വാക്യം നാം വായിച്ചു കേട്ടത്. നേരം വൈകാറായി, അതുകൊണ്ട് ഞങ്ങളോടുകൂടെ പാർക്കാം. അവർ യേശുവിനെ അവരോടുകൂടെ പാർക്കുവാൻ നിർബന്ധിച്ചു. യേശു അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ,
ഈ നാളുകളിൽ അനേക കാര്യങ്ങളെക്കുറിച്ചുള്ള നിർബന്ധ ബുദ്ധി, നിർബന്ധങ്ങൾ, കമ്പൽഷൻ നമുക്കുണ്ട്, നമ്മുടെ മേലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷൻ മേലുണ്ട്. പക്ഷേ യേശു എന്നോടുകൂടെ എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുടുംബാംഗങ്ങളിൽ, എൻ്റെ സഭയിൽ, എൻ്റെ മക്കളിൽ വസിക്കണമെന്ന്, കൂടെ ഉണ്ടായിരിക്കണമെന്ന് നമ്മിൽ എത്ര പേർക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്? നമ്മുടെ ഒരു സ്ഥിരം ക്രമീകരണം എന്താണ് എന്ന് ഞാൻ പറയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം വന്ന് അതെല്ലാം കേട്ടോണം, അതെല്ലാം നടത്തി തന്നോണം, പൊക്കോണം. ഞാൻ ഉപവസിക്കുന്ന ദിവസം, ആ ഉപവാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധിച്ച പോലെ, എനിക്കിഷ്ടമുള്ള പോലെ ചുമ്മാ ആഹാരം വെടിയുന്നു, 2 പാട്ട് പാടുന്നു, ഒരു ഭാഗം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഉപവാസം. ഉപവാസം എന്താ എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നന്നായിട്ട് പഠിക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഉപവാസമല്ല, വെറും പട്ടിണിയിരിപ്പ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ, ഞാൻ കൂട്ടായ്മ കൂടുമ്പോൾ, ഞാൻ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ വന്നോണം, കേട്ടോണം, അത് നടത്തി തന്നോണം, പൊക്കോണം. ഇതിനപ്പുറത്ത് കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ മക്കളോട് കൂടെ, നമ്മുടെ ഭവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നമ്മിൽ എത്ര പേർക്ക് നിർബന്ധമുണ്ട്? വളരെ ഗൗരവതയോടെ ചിന്തിക്കാം. നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ആ നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ആ നിർബന്ധമൊക്കെ പോയി. ദൈവമേ വേണമെന്നൊരു വിചാരമില്ല. പിന്നെയല്ലേ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന നിർബന്ധം. കാരണം നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതിന്റെ, കണ്ണുനീരൊഴുക്കിയതിന്റെ ഫലമായി ദൈവം നന്മ തന്നു. ദാരിദ്ര്യമൊക്കെ മാറി. നടന്നു പോയെടുത്ത് ഇന്ന് 4 ചാടൻ വാഹനങ്ങളായി. കൊച്ചു വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് മട്ടുപ്പാവുകളായി. ഒക്കെ നല്ലത് തന്നെ. എന്നാൽ അത് തന്ന ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു ഉപദേശം നൽകട്ടെ. നിശ്ചയമായും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. അവർ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, പുറത്തു പോകുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അവർ അവരുടെ കൂട്ടുകാരോടുകൂടെ ആയിരിക്കുമ്പോൾ, അവർ ഹോസ്റ്റലിലായിരിക്കുമ്പോൾ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ, അവർ പുറത്ത് മറ്റ് കാര്യങ്ങൾക്ക് പോകുമ്പോൾ, അവരുടെ ലെഷർ ടൈമിൽ, അവരുടെ ടെൻഷൻ ടൈമിൽ, അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിരാശ അവരെ വേട്ടയാടുമ്പോൾ എങ്ങനെ ഈ പ്രതിസന്ധി അതിജീവിക്കുമെന്നവർ ചിന്തിച്ച് വിഷണരായി നിൽക്കുമ്പോൾ, എന്റെ യേശുവേ, നീ അവരോട് കൂടെ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒരു ദുരാലോചന, വേണ്ടാത്ത ചിന്ത, ദുരുപദേശം എന്റെ കുഞ്ഞുങ്ങളിൽ ഒരിക്കലും ആകരുത്. അവരുടെ തലച്ചോറിൽ അനാവശ്യ ചിന്ത വരരുത്. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ പിശാച് ഏറ്റെടുക്കരുത്. എന്റെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മളെ വിട്ട് വിദൂരങ്ങളിൽ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, കുടുംബജീവിതത്തിലായിരിക്കുന്നവർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മാതാപിതാക്കൾ സങ്കടത്തിലാകുന്നു. കർത്താവേ, അവിടുന്ന് കൂടെ ഇരുന്ന്
നല്ല ബുദ്ധി ഉപദേശിക്കണമേ. നിന്റെ സാന്നിധ്യം നിർബന്ധമായും അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുസരിക്കാതെ, കീഴ്പ്പെടാതെ, മാതാപിതാക്കളോട് ഒരു ദയയുമില്ലാതെ ഇടപെടുന്ന ആൺമക്കൾ, പെൺമക്കൾ, മാതാപിതാക്കളുമായി ചില നാളുകളായി ഒരു ബന്ധവും പുലർത്താത്ത വിദൂരങ്ങളിലായിരിക്കുന്ന മക്കൾ, ഭവനത്തിലായിട്ടും ആഴ്ചകളായി, മാസങ്ങളായി മാതാപിതാക്കളോട് സംസാരിക്കാത്ത മക്കൾ, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിതൊന്നും നമ്മുടെ അഭിമാനമോ ദുരഭിമാനമോ കൊണ്ട് പുറത്തു പറയുന്നില്ല. പക്ഷേ നമുക്ക് പറയുവാൻ ഒരാളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ നിർബന്ധമായും പ്രാർത്ഥിക്കുക. അങ്ങനെ നാം നിർബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഇവരോട് കൂടെ യേശു പാർക്കുവാൻ ചെന്നു. നമ്മൾ ആത്മാർത്ഥമായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മളുടെ തലമുറയോടൊപ്പം വസിക്കുന്ന ഒരു കർത്താവ്, നമ്മോടൊപ്പം വസിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന ഒരു കർത്താവ്, കഫർന്നഹൂമിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായി. സക്കായിയുടെ ഭവനത്തിൽ യേശു ചെന്നു. ബെഥാനിയിൽ ലാസറിന്റെ ഭവനത്തിൽ യേശു ചെന്നു. അങ്ങനെ അനേകരുടെ ഭവനത്തിൽ യേശു വസിച്ചതുപോലെ, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചതുപോലെ, ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും യേശു വരട്ടെ. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. അന്ധകാര ശക്തികൾ ദൂരെ പോകട്ടെ. നിങ്ങളുടെ സുഗമമായ ചിന്തകളെ, സന്തോഷമുള്ള ജീവിതത്തെ, സമാധാനമുള്ള നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ദുഷ്ടചിന്തകളെ യേശുവിന്റെ സാന്നിധ്യത്താൽ എടുത്തു മാറ്റട്ടെ. ദൈവകൃപയാൽ നിറയട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകട്ടെ. അതിന് വിപരീതമായിട്ടുള്ള ദുഷ്ടന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ സാന്നിധ്യത്താൽ പുറത്തു പോകട്ടെ. അങ്ങനെ നമ്മുടെ ഭവനം, നമ്മുടെ തലമുറ, നമ്മുടെ സഭ, എല്ലാവരും ഈ ദൈവിക സാന്നിധ്യം കൊണ്ട് പൊതിയട്ടെ. അതെ, എമ്മുവസിലേക്ക് പോയ ഈ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിയുകയും അന്ന് രാത്രിയിൽ അവർ യെരുശലേമിലേക്ക് ആ 7 നാഴിക തിരിച്ചു നടന്ന് മടങ്ങിയെത്തി. ഒരു മടങ്ങിയൊരുവന്റെ പകലായി ഇന്നത്തെ ദിനം തീരട്ടെ. അതിന് യേശുവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ നിർബന്ധിക്കാം. എന്റെ യേശുവേ, അവിടുന്ന് വാസ്തവമായി എന്റെ ഹൃദയത്തിൽ വസിക്കണം, എന്റെ ഭവനത്തിൽ വസിക്കണം, എന്റെ ഭർത്താവിൽ, എന്റെ ഭാര്യയിൽ, എന്റെ മാതാപിതാക്കളിൽ, എന്റെ സഹോദരങ്ങളിൽ, എന്റെ ആൺമക്കളിൽ, എന്റെ പെൺമക്കളിൽ, അവരുടെ കുടുംബജീവിതങ്ങളിൽ, അവരുടെ തലമുറകളിൽ എന്റെ യേശു വസിക്കണം. നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഇന്ന് ആ പ്രാർത്ഥന കേട്ട് കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ വസിക്കട്ടെ. അതൊരു വലിയ കണ്ണു തുറക്കലിന്റെ ദിനമാവട്ടെ, തിരിച്ചറിയലിന്റെ ദിനമാവട്ടെ, ഒരു മടങ്ങി വരവിന്റെ ദിനമാവട്ടെ. യെരുശലേമിലേക്ക് വന്ന് അവരുടെ ശുശ്രൂഷ പുനരാരംഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവരെ ഇടയാക്കി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിനം ഒരു വലിയ ദൈവിക സാന്നിധ്യത്താൽ നിറയുകയും ശുശ്രൂഷയിലേക്ക് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ധന്യദിനമായി തീരട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. എമ്മുവസിലേക്ക് യെരുശലേമിൽ നിന്നും മടങ്ങിപ്പോയ ശിഷ്യന്മാരോട് കൂടെ
യേശു നടക്കുകയും അവരുടെ അന്തർഗതത്തെ മനസ്സിലാക്കി അവർക്കത് വ്യക്തമാക്കുകയും അവർ യേശുവിനെ നിർബന്ധിച്ച് തങ്ങളോടുകൂടെ പാർത്തത് കൊണ്ട് അവരുടെ കണ്ണ് തുറന്ന് യേശുവിനെ തിരിച്ചറിയുകയും അവർ എമ്മുവസിൽ തങ്ങാതെ ആ നാഴികയിൽ തന്നെ ജെറുസലേമിലേക്ക് മടങ്ങിയ ഒരു വലിയ വിടുതലിന്റെ സദ്വാർത്ത ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പാ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ജീവിതങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, കുടുംബങ്ങളിൽ യേശു വസിക്കണമേ, നിർബന്ധമായും വസിക്കണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളിൽ, ഓരോ ഭവനങ്ങളിൽ അവിടുന്ന് നിർബന്ധമായും ഇടപെടണമേ. അവരോടുകൂടെ വസിക്കണമേ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ആ ശിഷ്യന്മാർ യേശുവിനെ പോകാതെ അവരോട് കൂടെ നിൽക്കുവാൻ നിർബന്ധിച്ചു. യേശു അത് കേട്ടു, അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. ഇന്ന് യേശു നമ്മളോടുകൂടെ വസിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. നമ്മുടെ ഭാരങ്ങളും വേദനകളും മാറട്ടെ. നമ്മളൊരു ദൈവ കൃപയിലേക്ക് മടങ്ങിയെത്തട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും സൗഖ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ വസിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെ ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.